ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന കടകൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രണയവിലാസം എന്ന് പറയുന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ ശ്രദ്ധേയരായിട്ട് മാറിയ ഹക്കീം ഷാജഹാനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സജിൻ മുഹമ്മദ് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കടകൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് 2024 ഫെബ്രുവരി മാസം മികച്ച ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് ഇപ്പോഴത്തെ മാർച്ച് മാസം 2-3 ചിത്രങ്ങൾ എത്തുന്നുണ്ട് ഇന്നത്തെ ദിവസം. എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങൾ തന്നെയാണ് കടകൻ എന്ന് പറയുന്ന സിനിമ. കാരണം ഇത് നോക്കിയാൽ ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും തന്ന പ്രതീക്ഷ തന്നെയാണ്. ഒരു മികച്ച ആക്ടർ ഹക്കീം ഷായ്ക്ക് ഉള്ളിലുണ്ടെന്ന് ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി തന്നെ കേരളത്തിലെ തിയേറ്ററുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു യുവതാര ചിത്രത്തിന് മികച്ച ഒരു തുടക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം കൊച്ചി മെയിൻ സെന്ററുകളിലെല്ലാം തന്നെ ചിത്രത്തിന് ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന രീതിയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ. അതോടൊപ്പം തന്നെ തേക്കിന് പുറമെ തന്നെ സ്വർണം, അതോടൊപ്പം തന്നെ മണൽ തുടങ്ങിയ വ്യവസായങ്ങളെല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ. അങ്ങനെ ആ ഒരു നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുമ്പോൾ മണൽ മാഫിയയും പോലീസും തമ്മിലുള്ള ഒരു കഥയാണ് ചിത്രം പറയുന്നതാണ് ചിത്രത്തിന് ട്രെയിലർ നൽകുന്ന സൂചനകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് മലബാറിനെ ചാലിയാറിനെ അറിഞ്ഞവർക്ക് ഈ ഒരു സിനിമ അടുത്ത് സ്പർശിക്കുന്ന ഒരു സിനിമയായിട്ട് മാറും കടകൻ എന്നാണ് പ്രതീക്ഷ നൽകുന്നത്. എന്തൊക്കെയാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയുള്ള ബേഫാർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ ഹക്കീം ഷായ്ക്ക് പുറമെ മലയാളത്തിലെ ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ഹരിശ്രീ യശോവൻ, രഞ്ജിത്ത്, നിർമ്മൽ പരാഴി, ബിവിൻ പെരുമ്പള്ളി, ജാഫർ ഇടുക്കി, സോന ഉളിക്കൽ, ശരത് സഭ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്കവരും അണിനിരന്നിട്ടുണ്ട്. ഗോപി സുന്ദർ വളരെ ഇടവേളയ്ക്ക് ശേഷം ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്നുള്ളതും ചിത്രത്തിന്റെ സവിശേഷതയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന് ട്രെയിലറും ടീസറും നൽകിയ പ്രതീക്ഷ ചിത്രം മികച്ചൊരു വിജയമായിട്ട് മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്രയാണ് ഇന്നത്തെ ദിവസം കടകൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത് കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.